എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യിരെമ്യാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 11 ക്ലാസ്സുകളിലായിട്ട് യിരെമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം കാണുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ധാരാളം പേര് ഈ പഠനത്തിൽ പങ്കാളികളാകുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും സഹകരണവും നിമിത്തമാണ് ഈ ശുശ്രൂഷ ഇങ്ങനെ തുടരാൻ കഴിയുന്നത്. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ യിരെമ്യാവിനെക്കുറിച്ച് പഠിച്ചത്, ഇപ്പോൾ അദ്ദേഹം തടവിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ജനത്തോട് പോയി വചനമറിയിക്കുവാനോ രാജാവിനോടോ പ്രഭുക്കന്മാരോടോ ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുവാനോ കഴിയുന്നില്ല. താൻ ബന്ധനസ്ഥനായി കിടക്കുന്നു. ആ സാഹചര്യത്തിലാണ് ദൈവം ബാരൂക്ക് എന്ന യുവാവിനെ യിരെമ്യാവിന് സഹായകനായി പറഞ്ഞയക്കുന്നതും ദൈവത്തിൻ്റെ അരുളപ്പാട് ബാരൂക്കിലൂടെ എഴുതി പ്രഭുക്കന്മാരെ വായിച്ചു കേൾപ്പിക്കുന്നതും. പ്രഭുക്കന്മാരത് കേട്ടു, അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. രാജാവ് അത് കേട്ടപ്പോൾ രാജാവ് ഒരു കത്തിയെടുത്ത് ആ ചുരുളുകൾ കണ്ടിച്ച് നെരിപ്പോട്ടിലിട്ട് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവകോപത്തിന് മൂർച്ച കൂട്ടി രാജാവ് തൻ്റെ പാപം പൂരിപ്പിച്ചു. ഇതാണ് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനത്തെ നിന്ദിക്കുന്നവരെ ദൈവം നിശ്ചയമായും ശിക്ഷിക്കും. ദൈവത്തിന് അവരോട് പിന്നെ അരുളപ്പാട് നൽകാൻ ഇഷ്ടപ്പെടുകയില്ല, താല്പര്യമുണ്ടാകുകയില്ല എന്ന് നാം കണ്ടു. അതിൻ്റെ സൂചനയായിട്ട് വിലാപങ്ങൾ 2:9 അടിമത്തത്തിൽ കഴിയുന്ന യഹൂദൻ്റെ മധ്യത്തിൽ അവൻ്റെ പ്രവാചകന്മാർക്ക് ദർശനമുണ്ടാകുന്നതുമില്ല എന്ന് നമ്മൾ വായിച്ചു. ആമോസ് 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, ഇസ്രയേൽ അതായത് യഹൂദജാതി ദൈവവചനത്തിനു വേണ്ടി അലഞ്ഞു നടക്കും. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവുമായിട്ട് അവരലഞ്ഞു നടക്കും. പക്ഷേ കണ്ടുകിട്ടുകയില്ല. അങ്ങനെ വചനക്ഷാമമുണ്ടായി ആത്മീകമായ പട്ടിണി അവരനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ ഈ പാപങ്ങൾ കാരണമായി തീർന്നു. ഇതാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അതിന് തൊട്ടടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് വരികയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എഴുതി ബാരൂക്ക് മുഖാന്തരം വായിച്ച് കേൾപ്പിച്ചത് അവർ നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും ദൈവം തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസനായ യിരെമ്യാവിനെ പിന്നെയും ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേലി കെട്ടുവാനും ദൈവം തുറന്ന വാതിൽ അടച്ചു കളയുവാനും ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ദൈവം എന്തുദ്ദേശിച്ചോ ആ കാര്യം ദൈവം സാധ്യമാക്കി തീർക്കും. അതുകൊണ്ട് ദൈവം ചെയ്തത്, ബാരൂക്കിനെ കൊണ്ട് 2ാമത് തിരുവെഴുത്ത് എഴുതിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ദൈവം യിരെമ്യാവിൻ്റെ വായിൽ തൻ്റെ വചനം നൽകുകയും യിരെമ്യാവ് അത് ബാരൂക്കിന് പറഞ്ഞു കൊടുത്ത് എഴുതുകയും ചെയ്യുന്നു. അങ്ങനെ 2ാമത് യിരെമ്യാ പ്രവചനം എഴുതുകയാണ്. 36-ാം അധ്യായം 32-ാം വാക്യം, ആ ഒരു വാക്യം മാത്രം സൂചനയായിട്ട് വായിക്കാൻ നമുക്ക് അതിനെ ഇന്ന് നിവൃത്തിയുള്ളൂ. ദൈവം എന്തു ചെയ്തു? ഒരു ഭാഗം കത്തിച്ചു കളഞ്ഞപ്പോൾ, ആദ്യം എഴുതിയത് നശിപ്പിച്ചു കളഞ്ഞപ്പോൾ, ഇപ്പോൾ ദൈവം എന്തു ചെയ്തു? 36-32. അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുൾ എടുത്തു, നേര്യാവിൻ്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യെഹോയാക്കീം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിൻ്റെ വാമൊഴി പ്രകാരം അതിലെഴുതി. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും എഴുതുവാൻ സംഗതി വന്നു. അപ്പോൾ യിരെമ്യാ പ്രവചനം ആദ്യം പൂർണ്ണമായിട്ട് എഴുതിയിരുന്നില്ല. പക്ഷേ ഇത് കത്തിച്ചു കളഞ്ഞപ്പോൾ ദൈവം ജനത്തോട് എന്തരുളി ചെയ്യുവാൻ ആഗ്രഹിച്ചോ അത് സമ്പൂർണ്ണമായിട്ട് എഴുതി. അതാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള യിരെമ്യാവിൻ്റെ പ്രവചനം എന്ന പുസ്തകം. 52 അധ്യായങ്ങളായിട്ട് നാം ഇന്നത് വായിച്ചു കൊണ്ടിരിക്കുന്നു. ആ 52 അധ്യായങ്ങൾ എഴുതി പൂർത്തിയാക്കി നമ്മുടെ കൈവശം കിട്ടേണ്ടതിന് എത്ര വലിയ കണ്ണുനീരിൻ്റെ വില കൊടുക്കേണ്ടി വന്നു എന്ന കാര്യം നമ്മൾ അറിയാതിരിക്കരുത്. യിരെമ്യാവിൻ്റെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും ചരിത്രം പറയുവാൻ യിരെമ്യാ പ്രവചനത്തിലുണ്ട്. ബാരൂക്ക് അനുഭവിച്ച പ്രശ്നങ്ങളും അപമാനങ്ങളും ആ പുസ്തകത്തിൻ്റെ പിമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവശം കിട്ടിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾക്കും ഇതുപോലെയുള്ള ചരിത്രം പറയുവാനായിട്ടുണ്ട്.
ഗന്ധമുള്ള അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. അങ്ങനെ യിരെമ്യാവ് തൻ്റെ പ്രവചനം എഴുതി പൂർത്തിയാക്കി. ദൈവം പറഞ്ഞതുപോലെ അത് എഴുതി പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ കൈവശം അത് കിട്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൂടെ ചേർത്ത് പറഞ്ഞെങ്കിലേ ഈ പഠനം പൂർത്തിയാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം നിന്ദിച്ചാൽ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഉപേക്ഷിച്ചാൽ, ദൈവത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ദൈവം തൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തൻ്റെ ദാസന്മാർ മുഖാന്തരം അറിയിക്കുമ്പോൾ അതിനെ അവഗണിച്ചാൽ, നിരാകരിച്ചാൽ, അവഹേളിച്ചാൽ, ചവിട്ടി ദൂരെ കളഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? യഹൂദന ചരിത്രം തരുന്ന വലിയ ഗുണപാഠം അതാണ്, ഭയനിർദ്ദേശം അതാണ്. ഏതൊരു ക്രിസ്തു ഭക്തനും ഭയപ്പെടേണ്ടത്, ഏതൊരു ബൈബിൾ വിശ്വാസിയും അമ്പരപ്പോടെ കാണേണ്ടതാണ് ദൈവം തൻ്റെ ജാതിയോട് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത്. അതിനാധാരമായിട്ട് നാം ചില വാക്യങ്ങൾ, വിശിഷ്യ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ചിന്തിക്കും. അവിടെയാണ് യഹൂദൻ അടിമയായി ഇപ്പോൾ കഴിയുന്നത്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠജാതി, സ്വന്തം ജനം, അബ്രഹാമ്യ മക്കൾ, അവരിപ്പോൾ ബാബേലിൽ അടിമകളായി കഴിയുകയാണ്. ദൈവം അടിമകളായിട്ട് അയച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇവർ അടിമത്വം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നിരാകരിച്ച് നിന്ദിച്ച് യഹൂദജാതി ബാബേലിൽ അടിമകളായി കഴിയുന്നു. അതിൻ്റെ ഫലം എന്തായിരുന്നു? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം ഇപ്പോൾ വായിക്കും. വളരെ ഗൗരവമേറിയ ഈ വാക്യം ഭയത്തോടെ ശ്രദ്ധിക്കുക. വിലാപങ്ങൾ 2:5. കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അവളുടെ അരമനകളെ ഒക്കെയും മുടിച്ചു, അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ശത്രുവെ പോലെയായി. ആ വാചകത്തിൻ്റെ ഭയങ്കരത്വം നമ്മൾ കുറിച്ചുകൊള്ളണം. കരുണാസമ്പന്നനായ ദൈവം, ദയാലുവായ ദൈവം, സ്നേഹനിധിയായ ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം, അവിടുന്ന് ശത്രുവെ പോലെയായി ആകും. ദൈവത്തിൻ്റെ ക്ഷമയ്ക്കും പരിധിയുണ്ടല്ലോ. ദൈവം ക്ഷമയുള്ളവൻ മാത്രമല്ല, സ്നേഹമുള്ളവൻ മാത്രമല്ല, ദൈവം നീതിമാനും വിശുദ്ധനുമാകുന്നു. അവിടുത്തെ വിശുദ്ധിക്ക് നിരക്കാത്തത് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ, പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും മാനസാന്തരപ്പെടാതിരുന്നാൽ പിന്നെ ദൈവത്തിന് തൻ്റെ നീതി നിവർത്തിക്കേണ്ടതായിട്ട് വരും. ഇവിടെ യഹൂദജാതിയോട് ബന്ധപ്പെട്ട് ദൈവം ഒരു ശത്രുവിനെ പോലെയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തു തോന്നുന്നു? കർത്താവ് ശത്രുവിനെ പോലെ ആയാൽ എന്തായിരിക്കും സംഭവിക്കുക? യെശയ്യാവ് മുതൽ 11 പ്രവചന പുസ്തകങ്ങൾ ബാബേൽ പ്രവാസത്തിന് മുമ്പുള്ളത്. ആ 11 പ്രവാചകന്മാർ മാറി മാറി യഹൂദജാതിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. പക്ഷേ അവർക്കത് വേണ്ടായിരുന്നു. ദൈവദാസന്മാരുടെ പേരിൽ പുസ്തകങ്ങൾ ഇല്ലെന്ന് വരികിലും മറ്റ് നിരവധി ദൈവദാസന്മാരെയും ആ കാലത്ത് നാം കാണുന്നുണ്ട് ദൈവം ഉപയോഗിച്ചതായിട്ട്. ഇവരെല്ലാം മാറി മാറി അരുളപ്പാട് അറിയിച്ചിട്ടും യഹൂദജാതിക്ക് അത് വേണ്ടായിരുന്നു. അവരത് ചുട്ടുകളയുന്നതിനും അതിനെ ത്യജിക്കുന്നതിനും തൃണവൽഗണിക്കുന്നതിനും അവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമുണ്ടായില്ല. സംഭവിച്ചത് ദൈവം ഒടുവിൽ ശത്രുവായി മാറി. കർത്താവിനെ അവർ ശത്രുവാക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും ശുഭമല്ലെന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ നിലപാടുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, സംസാരം കൊണ്ട്, സമീപനം കൊണ്ട് കർത്താവിനെ ഒരിക്കലും നാം ശത്രുപക്ഷത്ത് കൊണ്ടുവരാൻ പാടുള്ളതല്ല. യിരെമ്യാവ് ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ മറ്റു പ്രവാചകന്മാരും അതേ കാര്യം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഇവർ പരിഹസിച്ച് ചിരിച്ചു. പിന്നെ ദൈവം ശിക്ഷിക്കുമോ? അവർ കളിയാക്കിക്കൊണ്ടിരുന്നു. അവരെ സംബന്ധിച്ച് അവർക്കത് അംഗീകരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നമ്മുടെ ദൈവം ആരാകുന്നു? നമ്മുടെ ദൈവത്തിൻ്റെ സവിശേഷത എന്താണ്? പ്രത്യേകത എന്താണ്? ശ്രദ്ധിക്കുക. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത്? ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ള ദൈവമേ. മറ്റു വാക്യങ്ങളൊക്കെ അതോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേകത പറയുക, അവിടുത്തേക്ക് ദോഷം കാണാൻ കഴിയുന്നതല്ല.
ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് നമ്മുടെ ദൈവം. അവൻ പരമോന്നത വിശുദ്ധനാണ്. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നത് സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്നാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയുടെ നിർമ്മലത, വിശുദ്ധി, ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ പരിശുദ്ധി, അതെല്ലാം ആ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. ദൈവം എത്ര വിശുദ്ധനായിരിക്കുന്നു. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പാരമ്യതയാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ദൈവത്തെ വെറുപ്പിക്കുവാൻ, ആ ദൈവത്തിനെതിരെ പാപം ചെയ്യുവാൻ, ആ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ മൂഢജാതിയായ യഹൂദൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതെത്ര ഭയാനകമായിരുന്നു. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം ഇപ്പോൾ വായിക്കുന്നില്ല. 6-ാം അധ്യായത്തിൽ നമ്മൾ പതിവായി പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വർഗത്തിലെ ജീവികളിൽ ഒരു വിഭാഗമായ സാറാഫുകൾ, അവർക്ക് 6 ചിറകുണ്ട്. 2 ചിറക് കൊണ്ട് അവർ കാലുകൾ മറച്ചിരിക്കുന്നു, 2 ചിറക് കൊണ്ട് മുഖം മറച്ചിരിക്കുന്നു. പിന്നെ 2 ചിറക് കൊണ്ട് അവർ പറന്നു നിൽക്കുകയാണ്. കർത്താവ് സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. ആ സിംഹാസനത്തിൻ്റെ ചുറ്റും സറാഫുകൾ മുഖം മറച്ച് പറന്നു നിന്ന് ഒരു സറാഫ് വേറൊരുത്തിനോട് പറയുകയാണ്: സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഓ, സ്വർഗത്തിലെ ജീവികൾ പറയുക, അവര് ദൈവത്തിൻ്റെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. ആ സാറാഫുകൾ പറയുക, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി സ്വർഗത്തിൽ അത് ഗംഭീര ധ്വനിയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി എല്ലാ തലങ്ങളിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വാക്കിൽ നമുക്ക് കടന്ന കൈയായിട്ട് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയാലും, വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ദൈവം ദൈവമല്ലാതാകും. ദൈവത്തിൻ്റെ വിശുദ്ധി കൈമോശം വന്നാൽ ആ ആളത്വത്തെ ദൈവം എന്ന് വിളിക്കാനൊക്കെയില്ല. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ആ ആളത്വത്തിൻ്റെ മഹത്വമായിട്ട് നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു മഹാദൈവമാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പല തെളിവുകളുണ്ട്. എന്നാൽ അതിലൊരു വാക്യത ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്, യേശു സമ്പൂർണ്ണ ദൈവമായതുകൊണ്ടാണ് ദൂതൻ മറിയത്തോട് പറഞ്ഞത്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ആ വിശുദ്ധ പ്രജ എന്ന പ്രയോഗം ദൈവത്തിന് മാത്രം ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് എത്ര വിശുദ്ധനാണെന്നാണ് ഈ പ്രയോഗങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ആ ദൈവത്തെയാണ് ഈ ജനം ഇപ്പോൾ ശത്രുവാക്കിയിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ബൈബിളിലെ 2 ഭാഗങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഒരു കൽപ്പനയുണ്ട്. അതിങ്ങനെയാ: ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ കൽപ്പന ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവം പറയുക, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. എത്രത്തോളം ദൈവം വിശുദ്ധനായിരിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചത്. ഈ മഹാവിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്തതൊന്നും ദൈവജനത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇത് വളരെ ഗൗരവമായിട്ട് ഓർത്തുകൊള്ളേണ്ടതാണ്. ഒരിക്കലൊരു ദൈവദാസൻ എഴുതി, ലോകം മുഴുവൻ എനിക്ക് അനുകൂലമായിരിക്കുന്നു, പക്ഷെ ദൈവം മാത്രം എൻ്റെ ശത്രുവായിരിക്കുന്നു. അല്ല, ലോകം മുഴുവൻ എനിക്ക് പ്രതികൂലമായിരിക്കുന്നു, ദൈവം മാത്രം എനിക്ക് അനുകൂലമായിരിക്കുന്നു. ഏത് വേണം? അദ്ദേഹം താഴെ എഴുതി, ലോകം മുഴുവൻ എതിരായിക്കൊള്ളട്ടെ, ലോകം മുഴുവൻ ശത്രു ആയിക്കോട്ടെ, പക്ഷേ ദൈവം എൻ്റെ മിത്രമായിട്ട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അത് മതി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ അത് മാത്രം മതി. വേറെ ആരെയും നാം ഭയപ്പെടേണ്ടതില്ല. മനുഷ്യമുഖത്തേക്ക് നോക്കി ദുഃഖിക്കേണ്ടതില്ല. മനുഷ്യനെ ആശ്രയിച്ച് ലജ്ജിക്കേണ്ടതില്ല. ദൈവം നമ്മുടെ മിത്രമായി ഇരിക്കുവാൻ നാം പരിശ്രമിക്കണം. ഒരിക്കലും ദൈവത്തെ ശത്രുഭാഗത്ത് നാം കൊണ്ടുവരരുത്. അതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. അങ്ങനെ കർത്താവ് ശത്രുവായി തീർന്നത് കൊണ്ട് അന്ന് യഹൂദൻ എന്ത് സംഭവിച്ചു എന്ന കാര്യം കൂടെ നമുക്ക് നോക്കണം. ദൈവം ശത്രുവായാൽ അത് എത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് അന്നത്തെ സംഭവം ഇന്നും നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാക്കോർക്കണം, നാം ദൈവജനമാണ്. അന്ന് യഹൂദന് സംഭവിച്ച അതേ കാര്യം ഇന്ന് നമുക്കും
സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. ചിലതൊക്കെ നാം അങ്ങിങ്ങ് കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഈ സംഭവം എന്നോ നടന്ന ഏതോ കാര്യമായിട്ട് ആരും ചിന്തിച്ച് തള്ളരുത്. പകരം ആനുകാലിക സംഭവമായിട്ട് ഇതിനെ കാണാൻ കഴിയണം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരികയാണ്. കർത്താവ് ശത്രുവായി തീർന്നതുകൊണ്ട് അന്ന് എന്ത് സംഭവിച്ചു? 1:10. അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. സഭയിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത അശുദ്ധ ജാതികൾ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് ശത്രുവായി ദൈവജനത്തിന്റെ വേലി പൊളിച്ചു കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ ശത്രുക്കൾ, അശുദ്ധജാതികൾ, ദൈവജനവുമായി പുലബന്ധം പാടില്ലാത്ത ആളുകൾ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കാരണം മുമ്പേ തന്നെ യഹൂദജാതി ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തെ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതമല്ലോ എന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞ അതേ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. സംഭവിച്ചത് അശുദ്ധ ജനത്തിന് വിശുദ്ധ മന്ദിരത്തിൽ ദൈവം പ്രവേശിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ അശുദ്ധജാതി ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നതല്ലേ നമ്മുടെ മധ്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അശുദ്ധ സന്തതികൾ ദൈവസഭകളിൽ വാഴുന്നു. വിശുദ്ധന്മാരുടെ മധ്യത്തിൽ അശുദ്ധന്മാർ ഭരണം നടത്തുന്നു. വിശുദ്ധ ജാതിയെ ദുഃഖിപ്പിച്ച് കണ്ണുനീരിലാഴ്ത്തി അശുദ്ധ ജനവർഗം ഭരണം നടത്തുന്നു. അങ്ങനെയുള്ള ദുഃഖപൂർണമായ സംഭവം എന്തുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ നടക്കുന്നു? അതിൻ്റെ ഒരു കാരണം ഇതാണ്: കർത്താവിനെ ശത്രുവാക്കി മാറ്റിയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. 1-ാം അധ്യായം 19-ാം വാക്യം, വിലാപങ്ങളുടെ പുസ്തകം നോക്കുക. കർത്താവ് ശത്രുവായതുകൊണ്ട് അന്ന് സംഭവിച്ച മറ്റൊരു കാര്യം. 1:19. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. എൻ്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടതിന് ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു. ദൈവത്തിൻ്റെ പുരോഹിതന്മാര് ആഹാരം തിരഞ്ഞു നടന്ന് കിട്ടാതെ വന്ന് നഗരത്തിൽ വെച്ച് പ്രാണനെ വിടുന്നു. എന്തൊരു ദുഃഖകരമായ ശിക്ഷയാ, കഠിനമായ ശിക്ഷയാ. ദൈവത്തിൻ്റെ പുരോഹിതന്മാർ സമൃദ്ധമായി ജീവിക്കേണ്ടതിന് ദൈവം ന്യായപ്രമാണത്തിൽ കൽപ്പന കൃത്യമായി നൽകിയിട്ടുണ്ട്. നമുക്കതറിയാം. അവർക്ക് യാഗവസ്തുക്കൾ ഭക്ഷിക്കാൻ അധികാരമുണ്ട്. ദശാംശം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു, അതൊന്നുമില്ലാതായി. അഹങ്കാരികളായിരുന്ന പുരോഹിതന്മാർ ഇപ്പോൾ അശരണരായി, ആരുമില്ലാത്തവരായി അലഞ്ഞു നടക്കുന്നു, പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നു. കർത്താവ് ശത്രുവായതുകൊണ്ട് സംഭവിച്ച കാര്യമാണിത്. തീർന്നില്ല. 2-ാം അധ്യായം 12-ാം വാക്യം നോക്കുക. അന്നത്തെ പട്ടിണിയുടെ കാഠിന്യത പിന്നെയും പ്രവാചകൻ കരഞ്ഞുകൊണ്ട് വിവരിക്കുകയാണ്. വിലാപങ്ങൾ 2:12. അവർ നിഹിതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുക, പൈതങ്ങളെക്കുറിച്ച് പറയുക. അമ്മമാരുടെ മാറിടത്തിൽ കിടന്ന് അവർ പ്രാണനെ വിടുന്നു. പെറ്റ തള്ളയുടെ നെഞ്ചിൽ കിടന്ന് ജീവൻ വെടിയത്തക്ക വിധമുള്ള പട്ടിണി അന്ന് പൈതങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായിരുന്നു അന്നത്തെ ശിക്ഷാവിധി. യഹൂദ സ്ത്രീകൾ, അവരോട് ദൈവം പറഞ്ഞത് നിങ്ങൾ എനിക്ക് പ്രസവിച്ച മക്കൾ എന്നാണ്. അപ്പോൾ യഹൂദ മക്കൾ ദൈവത്തിൻ്റെതാണെന്ന് ദൈവം അവകാശപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവം അവകാശപ്പെട്ട യഹൂദ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും പാപം നിമിത്തം പട്ടിണി കൊണ്ട് മരിക്കുകയാണ്. എന്തെങ്കിലും ആനുകാലിക സംഭവങ്ങളായിട്ട് ഇത് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, സ്വാഭാവികമാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ എത്ര കുഞ്ഞുങ്ങളാ ആത്മീകമായി പട്ടിണി കിടക്കുന്നത്? അവർക്ക് കഴിക്കുവാൻ ആത്മീയാഹാരം ഇല്ലാതെ പോയി. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ഒരു കാലത്ത് സമൃദ്ധമായ പരിപോഷണം നമ്മുടെ സഭകളിൽ ലഭിച്ചിരുന്നു. സമൃദ്ധമായ ആത്മീക വിഭവം നമുക്ക് ലഭിച്ചിരുന്നു. വചനം ലഭിച്ചിരുന്നു. പിതാക്കന്മാരുടെ കാലമെന്ന് നമ്മൾ പറയുന്ന പഴയ കാലത്ത് ദൈവസഭയിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് ധാരാളം സമയമുണ്ടായിരുന്നു. ശുശ്രൂഷിക്കാൻ കൃപയുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നു. ആത്മീക മല്ലന്മാരായിട്ടാണ് അന്നത്തെ തലമുറ വളർന്നു വന്നത്.
പക്ഷേ ഇന്ന് സ്ഥിതിയെല്ലാം പാടെ മാറി. ഭൗതികമായ സമൃദ്ധിയും സമ്പന്നതയും നമുക്കുണ്ടായി. പക്ഷേ ആത്മീകമായ മൂല്യശോഷണം, ആത്മീകമായ പരാജയം, പട്ടിണി നമ്മുടെ സഭകളിൽ നടമാടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീകരല്ലാതായി മാറുന്നു. അപൂർവമായിട്ട് ഇതിൻ്റെ മധ്യത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണ. അത്രയും ആത്മീക പട്ടിണി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം പറയുക, കർത്താവിനെ ശത്രുവാക്കിയാൽ സംഭവിക്കുന്ന കാര്യം. തീർന്നില്ല. വിലാപങ്ങൾ 5-ാം അധ്യായത്തിലേക്ക് വരണം. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. അവിടെ ഒരു 4-5 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട് പ്രവാചകൻ. അവർ സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു. അവൻ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു, വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചതുമില്ല. യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു, ബാലന്മാർ വിറകു ചുമടും കൊണ്ട് വീഴുന്നു. വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല. ബാബേലിൽ കന്യകമാർ വഷളാക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വിശുദ്ധജനം, സ്ത്രീകളും കന്യകമാരും ശത്രുക്കളാൽ വഷളാക്കപ്പെട്ടു. പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. അഹങ്കാരികളായ പ്രഭുക്കന്മാരാണ് ദൈവത്തിൻ്റെ വചനത്തെ കീറിക്കളയുവാൻ രാജാവിനെ പ്രേരിപ്പിച്ചത്. ഇവരാണ് യിരെമ്യാവിനെ മർദ്ദിച്ചത്. ഈ പ്രഭുക്കന്മാരാണ് ദൈവത്തിൻ്റെ പ്രമാണത്തെ ഉപേക്ഷിച്ചത്. അവരെ തൂക്കിക്കളഞ്ഞു. പിന്നെ വൃദ്ധന്മാരെ ആദരിക്കാത്ത ജാതി, ബാബേലിലുള്ള പുറജാതികൾ, അവർ വൃദ്ധന്മാരെ ആദരിച്ചില്ല. യൗവനക്കാർ ബാബേലിൽ തിരികല്ല് ചുമക്കുന്നു. എന്തൊരു കഷ്ടമാണ്! ദൈവത്തിനു വേണ്ടി അധ്വാനിക്കേണ്ട യുവാക്കന്മാർ, യുവതികൾ, അവർ തിരികല്ല് ചുമക്കുകയാണ് ബാബേലിൽ അധിപന് വേണ്ടിയിട്ട്. പിന്നെ യഹൂദ ബാലന്മാർ വീഴുന്നു. പട്ടിണി കൊണ്ട് അവർ ക്ഷീണിച്ച് തളർന്ന് വീഴുകയാണ്. പറയുക, വൃദ്ധന്മാരെയും യൗവനക്കാരെയും കാണാനില്ല. പൊതുസ്ഥലങ്ങളിൽ, സംഗീത സദസ്സുകളിൽ ഒരുമിച്ച് വന്ന് പാടുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധന്മാരെയും യൗവനക്കാരെയും ആ സ്ഥലങ്ങളിലൊന്നും കാണാനില്ല. എന്തൊരു ശൂന്യതയായിരുന്നു! എത്രമാത്രം കഷ്ടം നിറഞ്ഞൊരു കാലമായിരുന്നു! ഇതൊക്കെ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതാണ്, ഭാവനയിൽ മെനഞ്ഞതല്ല എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർത്തുകൊണ്ടാൽ നല്ലത്. ഇനി ഇതിനേക്കാൾ അതിൻ്റെ ഭയാനകമായി വേറൊരു ഭാഗത്തേക്ക് വരിക. ഈ ശിക്ഷകൾ ഇങ്ങനെ വന്ന് കൊടുമ്പിരിക്കൊണ്ട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരികയാണ്. 4-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ ആർക്കും തോന്നുകയില്ല. എങ്കിലും ഇതിങ്ങനെ തന്നെ സംഭവിച്ചു. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്ക് ആഹാരമായിരുന്നു. കരുണയുള്ള അമ്മമാർ, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. പട്ടിണി അകറ്റുവാൻ, വിശപ്പ് മാറ്റുവാൻ മക്കളെ കൊന്നു തിന്നു. ഇതേതെങ്കിലും നരഭോജികളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എൻ്റെ ജനമെന്ന് ദൈവം ആവർത്തിച്ച് സംബോധന ചെയ്തിട്ടുള്ള, വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുള്ള, ന്യായപ്രമാണം ലഭിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിരുന്ന യഹൂദൻ ഈ പട്ടിണിക്കാലത്ത്, ബാബേൽ അടിമത്വ കാലത്ത് അവർ സ്വന്തം കുഞ്ഞുങ്ങളെ കൈകൊണ്ട് പാകം ചെയ്ത് കഴിക്കുകയാണ്. ഈ സ്ത്രീകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരുന്നു, കനാനിലെ സമ്പന്നതയിൽ അവർ തിന്നു കൊഴുത്ത് ബാശാൻ പശുക്കളെ പോലെയായി. അവർ തത്തിയും നിഗളിച്ചും നടക്കുകയാണ്, എറികണ്ണിട്ടുകൊണ്ട് നടക്കുകയാണ്, കാലിൽ കൊലുസിട്ടുകൊണ്ട് അവർ നടക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീകളുടെ ജീവിത രീതിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യാതൊരു ദൈവഭയവുമില്ലാതെ, മാന്യതയില്ലാതെ, ധാർമ്മികതയില്ലാതെ അവർ പെരുമാറി. വരട്ടെ കാണാമല്ലോ, ന്യായവിധി വരട്ടെ കാണാമല്ലോ എന്നാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. ആ സ്ത്രീകൾ ഇപ്പോൾ പട്ടിണി കിടന്ന് ഒടുവിൽ സ്വന്തം മക്കളെ തിന്നുകയാണ്. നിങ്ങൾ ചിലർ പറയും, ഓ ഇല്ല, അങ്ങനെ സംഭവിക്കുകയില്ല. എത്ര പട്ടിണി കിടന്നാലും സ്വന്തം കുഞ്ഞുങ്ങളെ ആരെങ്കിലും കൊന്നു തിന്നുമോ? എത്ര വേണം നിങ്ങൾക്ക് തെളിവുകൾ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരു പ്രയോഗം പ്രത്യേകിച്ച് അവിടെ പറഞ്ഞു, കരുണയുള്ള സ്ത്രീകൾ മക്കളെ തിന്നു. വെറുതെ പറഞ്ഞതല്ല. ഇന്നത്തെ സ്ത്രീകൾക്ക് കരുണയില്ല, അന്നത്തെ സ്ത്രീകൾക്ക് കരുണയുണ്ടായിരുന്നു. ഇന്നത്തെ സ്ത്രീകളെ പോലെ, അമ്മമാരെ പോലെ അല്ല. അന്ന് 8ഉം 10ഉം അതിലധികവും മക്കൾ ദൈവം തരുന്ന ദാനമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് അവർ അനുഭവിച്ചിരുന്നു.
അങ്ങനെയുള്ള അമ്മമാരാണ് അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ ഉദരത്തിൽ വെച്ച് മക്കളെ കൊല്ലുന്ന അമ്മമാർ അന്നുണ്ടായിരുന്നില്ല. അമ്മത്തൊട്ടിലും പിള്ളത്തൊട്ടിലും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ പള്ളിയുടെ കുരിശിൻ തൊട്ടിലോ പള്ളിയുടെ മുറ്റത്തോ ചോര കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമായിരുന്നില്ല. ഇന്നത്തെ പോലെ ബാഗിൽ വെച്ച് എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുമായിരുന്നില്ല. അതല്ല നമ്മൾ ഇന്ന് ഇല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും പത്രങ്ങളിൽ കാണുന്നില്ലേ ഇന്നത്തെ അമ്മമാരുടെ കരുണ എത്ര മൃഗീയമാണ്. അങ്ങനെയെങ്കിൽ അന്നത്തെ അമ്മമാർ മക്കളെ തിന്നെങ്കിൽ പട്ടിണിയുടെ ഭയാനകത എത്ര വലുതായിരിക്കും, വിശപ്പ് എത്ര വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ശത്രുവാക്കിയത് കൊണ്ട് അവർക്ക് സംഭവിച്ചതാണത്. ഇത് നമ്മൾ കുറിക്കൊള്ളണം. കർത്താവിനെ ശത്രുവാക്കരുത്, ദൈവത്തെ ശത്രുപക്ഷത്ത് കൊണ്ടുവരരുത്. ദൈവത്തോട് ഭയമുണ്ടാകണം. ഇത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നാളുകളായി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. വേറെ ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊള്ളാം എന്നൊരു തീരുമാനമില്ല. പ്രവാചകന്മാരൊക്കെ പറഞ്ഞപ്പോൾ ജനം കളിയാക്കിയത് അങ്ങനെയാണ്. ആമോസിനോട് പറഞ്ഞില്ലേ, എടോ പ്രവാചക, നീ ഇത് രാജാവിൻ്റെ നഗരമാണ്, ഇവിടെ നീ പ്രസംഗിക്കരുത്, നീ അപ്പുറത്തെ ദേശത്ത് പോയി പ്രസംഗിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആമോസിൻ്റെ ശുശ്രൂഷ അഹോവൃത്തിക്കാണ്, ഉദരപൂരണത്തിനാണ് എന്നല്ലേ യഹൂദജാതി കളിയാക്കി പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന പുറജാതികൾ കാണും. ആകട്ടെ, ഇന്ന് അങ്ങനെ കളിയാക്കുന്ന അർത്ഥമറിയാത്ത ജനം കാണും. അതിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ ദൈവജനമെന്ന പേര് കൊണ്ട ആളുകൾ, ദൈവജനമെന്ന് അറിയപ്പെടുന്നു എന്ന് അഭിമാനിക്കുന്ന ആളുകൾ, അവരുടെ വായിൽ നിന്നും ഇതുപോലെയുള്ള ന്യായവിധിയുടെ വാക്കുകൾ പുറപ്പെട്ടാൽ എത്ര കഠിനമായ ശിക്ഷയായിരിക്കും അവർ അനുഭവിക്കേണ്ടി വരിക. ഇവിടെ അവർ സ്വന്തം കുഞ്ഞുങ്ങളെ കൈകൊണ്ട് പാകം ചെയ്തു തിന്നു. ഇതൊരു യാദൃശികമായ കാര്യമല്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഓ ദൈവം ഇത്രയും ക്രൂരമായി പെരുമാറിയോ, ഇത്രയും കഠിനമായി ദൈവം പെരുമാറിയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതി ദൈവം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. മോശ മുഖാന്തരം ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വഴി വിട്ട് തെറ്റി നടന്നാൽ, നിങ്ങൾ അന്യദൈവങ്ങളെ സേവിച്ച് വിഗ്രഹാരാധികളായി നിങ്ങൾ ജീവിച്ചാൽ നിശ്ചയമായും ദേശത്ത് ഞാൻ ക്ഷാമം അയക്കും, പട്ടിണി അയക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നു തിന്നേണ്ടി വരും എന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നു ആവർത്തനം 28. പക്ഷേ അവരത് വിശ്വസിച്ചില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇതേ കാര്യം യെരമ്യാവ് പറഞ്ഞു, നിങ്ങൾ പ്രവാസത്തിൽ പോകും, പട്ടിണി കിടക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തിന്നേണ്ടി വരും. അവർ പറഞ്ഞു, മിണ്ടാണ്ട് പോ പ്രവാചക, ഞങ്ങളുടെ മക്കൾക്ക് ഒരു കുഴപ്പവും വരികയില്ല. ഹനാനിയെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ പറഞ്ഞു, ഇവൻ ഭോഷ്ക പറയുന്നത്, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല, നാം ദൈവജനമല്ലേ, അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. അതാ ഇപ്പോൾ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമോസ് ഇതേ കാര്യം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കരുത്, ദൈവത്തെ നിങ്ങൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കാതെ പോയാൽ ദൈവത്തിൻ്റെ കോപം ഉജ്ജ്വലിച്ച് നിങ്ങൾ മക്കളെ തിന്നേണ്ടി വരും. ഇങ്ങനെ മാറി മാറി പ്രവാചകന്മാർ പറഞ്ഞിട്ടും യഹൂദ സ്ത്രീകൾക്കത് മനസ്സിലായില്ല, യഹൂദ പുരുഷന്മാർക്കും അത് മനസ്സിലായില്ല. അവർ പാപത്തെ അവസാനിപ്പിച്ചില്ല, പാപം തുടർന്നു കൊണ്ടേയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഏത് പാപവും ക്ഷമിക്കും, ഏത് കുറ്റവും ദൈവം ക്ഷമിക്കും. പക്ഷേ ദൈവത്തോട് ക്ഷമയ്ക്കായി അഭയാചന കഴിക്കണം, മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വരണം, തങ്ങളുടെ പാപങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഓലോലം കണ്ണുനീരൊഴിച്ച് ദൈവത്തോട് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കാൻ മനസ്സുണ്ടാകണം. എങ്കിലേ ദൈവത്തിന് കരുണ തോന്നുകയുള്ളൂ. നമുക്കറിയാം, യോനയുടെ കാലത്ത് യോന പോയി പ്രസംഗിച്ചു, യോന പോലും വിശ്വസിച്ചില്ല ആ നിനവേക്കാർ മാനസാന്തരപ്പെടുമെന്ന്. പക്ഷേ അവർ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭയങ്കരത്വം കേട്ട് അവർ മാനസാന്തരപ്പെട്ടില്ലേ, ദൈവത്തെങ്കിലേക്ക് വന്ന് നെടുമ്പാട് വീണ് കരഞ്ഞില്ലേ, ദൈവത്തിന് കരുണ തോന്നി ആ പുറജാതികളോട് ദൈവം കരുണ കാണിച്ചു, അവരെ രക്ഷിച്ചു, ന്യായവിധി നൽകാതെ ദൈവം അവരെ വിടുവിച്ചില്ലേ. അങ്ങനെയെങ്കിൽ സ്വന്തം ജനത്തോട് ദൈവം കരുണ കാണിക്കാതിരിക്കുമോ? പക്ഷേ വ്യവസ്ഥയുണ്ട്. തെറ്റുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് അംഗീകരിച്ച് ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയും ദൈവത്തോട് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുകയും ചെയ്യണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മക്കൾ ശത്രുവിൻ്റെ തിരികല്ല് ചുമക്കുന്നവരായി മാറിയിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി, പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, മതത്തിനു വേണ്ടി, പാപത്തിനു വേണ്ടി അവർ ജീവിക്കുകയാണോ? അതോ ആനന്ദത്തിൻ്റെ സംഗീതം അവരുടെ അധരങ്ങളിലുണ്ടോ? നമ്മളിത് വിലയിരുത്തണം.
നിശ്ചയമായിട്ടും എനിക്കറിയാം, സ്വന്തം മക്കളെ ഓർത്ത് കരയുന്ന ധാരാളം അമ്മമാര്, അപ്പന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ധാരാളം പേര് നോവുന്ന ഉള്ളമായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. അങ്ങനെയൊരു ഗതികെട്ട കാലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ശത്രുപക്ഷത്ത് കൊണ്ടുവരാതെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക, ചെയ്തു പോയ അപരാധങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക. ഒരു നല്ല കാലം നമുക്ക് ഉണ്ടാകാതെ പോകുകയില്ല. നാം വിലാപങ്ങൾ 3:33 വായിക്കുന്നുണ്ട്. കർത്താവിനെക്കുറിച്ച് വായിക്കുന്നത്, മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത്. ദൈവം സന്തോഷത്തോടെയല്ല ഈ ശിക്ഷകളൊക്കെ അയച്ചത്. ദൈവത്തിന് ആശ്വാസകരമായിരുന്നില്ല. ഇവരിതെല്ലാം അനുഭവിച്ചോട്ടെ, ദൈവം അങ്ങനെ വിചാരിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് നടപ്പാക്കേണ്ടി വന്നു. ഇവിടെ ഒരു വാക്യം വായിച്ച് നമ്മൾ ഈ പഠനം അവസാനിപ്പിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യെരമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന യെരമ്യാവ് മാത്രമല്ല, നമ്മളും പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ കഴിയേണ്ടതാണ്. വായിക്കാമോ? 5:21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങളേക്ക് മടങ്ങി വരണമേ. യഹോവേ, ഞങ്ങൾക്കൊരു നല്ല കാലം തരണമേ. പണ്ടത്തെ പോലെ, പണ്ട് ഞങ്ങളുടെ കാലം ആത്മീകമായി നല്ല കാലമായിരുന്നു, സമൃദ്ധിയുടെ കാലമായിരുന്നു. അതുപോലൊരു കാലം ഞങ്ങൾക്ക് തരണമേ. ഈ പ്രാർത്ഥനയ്ക്ക് നാം തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും ഈ പഠനം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടായി എന്ന് പറയാം. നമ്മുടെ സഭകളിൽ അതിൻ്റെ ചലനമുണ്ടാകും, സംശയം വേണ്ട. വാക്ക് പറഞ്ഞ ദൈവമായതുകൊണ്ട് ദൈവം തീർച്ചയായും കരുണ കാണിക്കും. യെരമ്യാവ് ഇത് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന വിഫലമായില്ല എന്ന് ഓർക്കണം. യെരമ്യാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, യെരമ്യാവ് കൊല്ലപ്പെട്ടു, യെരമ്യാവ് മാറി. പക്ഷെ വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ദൈവം ചിലരുടെ മനസ്സുണർത്താൻ തുടങ്ങി. അങ്ങനെ യഹൂദയിൽ നിന്നും പിടിക്കപ്പെട്ടുകൊണ്ട് പോയിരുന്ന യഹൂദ ജാതി മനസ്സുണർത്തപ്പെട്ടവരായി സെരുബ്ബാബേലിൻ്റെയും യേശുവയുടെയും നേതൃത്വത്തിൽ, കൂടെ യെശ്ര അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യെരുശലേമിലേക്ക് തിരികെ വന്നു. അവർ ദൈവത്തിൻ്റെ ആലയം പണിതു. അവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും 3 പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് നൽകി. തീർന്നില്ല. നെഹമ്യാവ് പിന്നാലെ വന്നു, മതിൽ പണിതു, പ്രമാണങ്ങൾ പുതുക്കി നൽകി. അങ്ങനെ ചട്ടങ്ങളും പ്രമാണങ്ങളുമുള്ള, ആരാധനയുള്ള, പൗരോഹിത്യമുള്ള, യാഗാർപ്പണമുള്ള ഒരു നല്ല ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അല്പം വൈകിയാലും ഉത്തരം കിട്ടാതെ പോകുകയില്ലെന്ന് ഈ സംഭവങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയാണ്. യെരമ്യാവ് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷത്തിലൊന്നും കണ്ടു കാണുകയില്ല. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ നാം കാണുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ദൈവം സഹായിക്കട്ടെ. നമ്മൾ യഹൂദജാതിയുടെ ഒരുപാട് കുറ്റങ്ങൾ കണ്ടു, പറഞ്ഞു. അവരോട് നമുക്ക് വിരോധമുള്ളത് കൊണ്ടല്ല, പക്ഷേ അവരെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും? അവർ ദൈവജനമെന്ന് അറിയപ്പെട്ടിട്ടും ആ ദൈവജനത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാതെ പെരുമാറി ശിക്ഷ അനുഭവിച്ച് അവഹേളിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ അവരെ നമ്മൾ പഠിക്കാതെ വിടും? നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വേണ്ടിയല്ലേ ഇത് എഴുതി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പഠനം ഇവിടെ നിർത്തുമ്പോൾ വളരെ ഭയത്തോടും മാനസാന്തര ഹൃദയത്തോടും കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. യെരമ്യാവിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ 12 ക്ലാസ്സുകൾ പഠിച്ചു. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു എന്ന് കരുതുന്നു. ഇനിയും ദീർഘമായി ഇതിനോട് ചേർത്ത് പറയുവാൻ പലതുണ്ടെങ്കിലും അതിനിപ്പോൾ നമ്മൾ സമയം ഉപയോഗിക്കുന്നില്ല. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് പിന്നെയും നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാനും മാനസാന്തരപ്പെടുവാനും സത്യം ഗ്രഹിക്കുവാനും ഇത് സഹായകരമാകുമെങ്കിൽ നമ്മൾ ധന്യരായി. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.